പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി ചൊല്ലിട്ടിരിക്കാം. നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി പാപമോചനം വഴിയുള്ള രക്ഷ, അതാണ് ഈശോ പ്രഘോഷിച്ചതും നൽകാൻ വന്നതുമൊക്കെ. ഈ പാപത്തിൻ്റെ മോചനം എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മതി, അനുദപിച്ച് അവിടുന്ന് അതെല്ലാം ഏറ്റെടുക്കും. യോഹന്നാൻ്റെ ഒന്നാം ലേഖനം 1 അധ്യായം 9-10 തിരുവചനങ്ങൾ. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവൻ നീതിമാനും വിശ്വസ്തനുമാകയാൽ പാപങ്ങളെല്ലാം ക്ഷമിക്കും, എല്ലാ അനീതികളും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. സമ്പൂർണമായ ഒരു ശുദ്ധീകരണം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പം ദൈവം നമുക്ക് തരുന്നു. വീണ്ടും അതിന് ബാക്കി, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. അതിന് ബാക്കി 2 അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ, എൻ്റെ കുഞ്ഞു മക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് യേശുക്രിസ്തു, ഈശോ. ആ ഈശോ അവിടെയുണ്ട്, ഈശോ നമുക്കുണ്ട്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഇത് പറയുന്നത്. ഇനി പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞാൽ മതി. ഇനി മുന്നോട്ടും ആരെങ്കിലും പാപം ഇനിയും ചെയ്യാൻ ഇടയായാൽ തന്നെ നിങ്ങൾ പേടിക്കാതെ, ഭഗ്നാശരാകാതെ അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കും. നമുക്ക് എത്രയോ വലിയ ഒരു ആശ്വാസത്തിൻ്റെ സുവിശേഷമാണ് ഇതിനകത്തുള്ളത്. എന്താണ് പാപമെന്ന് പറയുന്നത്? എന്നതായി പാപമെന്ന് പറയുന്നത്? ചിലപ്പോഴൊക്കെ ചിലർ ചിന്തിക്കും, കുറേ പാപങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് മനുഷ്യനെ പീഡിപ്പിക്കുക. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്തരുത്, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. 10 പ്രമാണങ്ങൾ അങ്ങനെ, തിരുസഭയുടെ കൽപ്പനകൾ അങ്ങനെ, പിന്നെയും വേറെ കുറേ അരുതികൾ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യനൊന്ന് അനങ്ങാൻ പോലും മേല. എന്ത് ചെയ്യുക? ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, പാപം ചെയ്യരുതെന്നൊക്കെ പറയുന്നത് എന്ത് കഷ്ടപ്പാടാണ്. പക്ഷെ എന്താണ് ഈ പാപമെന്നൊക്കെ പറയുന്നത്? പാപത്തിൻ്റെ അടിസ്ഥാന കുഴപ്പം എന്താ? ഈ പാപമെന്ന് നമ്മൾ പറയുന്നതായ കാര്യങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എവിടെയാണ്? പാപം ചെയ്താൽ എന്താ കുഴപ്പം? തമ്പുരാൻ ഇങ്ങനെ വിലക്കി വെച്ചിരിക്കുന്നു, തമ്പുരാൻ പറഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു നിവൃത്തിയില്ല, അനുസരിക്കുകയല്ല വേറെ മാർഗമില്ല. ഇങ്ങനെ മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി തമ്പുരാൻ കുറേ വിലക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്നതാണോ? എന്താ ഈ സംഭവം? എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാന അപകടമെന്ന് പറയുന്നത്, പാപത്തിൻ്റെ ലിസ്റ്റ് ഒരുപാടൊക്കെ ഉണ്ട്, നമുക്കറിയാം. സകല പാപത്തിൻ്റെ അടിസ്ഥാന അനുഭവം അല്ല അപകടമെന്ന് പറയുന്നത് ഒരു അകൽച്ചയിലൂടെ, ഭിന്നിപ്പിലൂടെ ഉള്ള ക്ഷയിക്കൽ, ശക്തി ചോർന്ന് പോകൽ, വൈകല്യമുണ്ടാകൽ, ഇങ്ങനെയുള്ള, ഞാൻ ചിലൊരു ആശയപരമായിട്ടങ്ങ് പറയുക. സകല പാപത്തിൻ്റെ അടിസ്ഥാന തിന്മയെന്ന് പറയുന്നത് ഭിന്നിച്ച് അല്ലെങ്കിൽ വേർപിരിഞ്ഞ് ബലം കുറഞ്ഞ് നശിക്കുക എന്നുള്ളതാണ്. സകല പാപത്തിനകത്തൊരു അകൽച്ചയുണ്ട്. ഏത് പാപം എടുത്താലും വിശദമായിട്ടൊക്കെ ചർച്ച ചെയ്യാനത് വലിയൊരു ടോപ്പിക്കാണത്. സകല പാപത്തിനകത്തുള്ള അടിസ്ഥാന അനുഭവം അകൽച്ചയാണ്. ദൈവത്തോടുള്ള അകൽച്ച, പരസ്പരമുള്ള അകൽച്ച,
നമ്മോട് തന്നെയുള്ള അകൽച്ച, നമ്മോട് തന്നെ വെറുപ്പ്. പോയി ചത്തേച്ചാലോ? നമ്മളെ തന്നെ വെറുത്തിട്ട് സ്വയം ചങ്കത്തടിക്കുന്നു, സ്വയം ഉപദ്രവിക്കാൻ നോക്കുന്നു. അല്ല, പോയി ചത്തേക്കാം. ഈ പാപത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ യൂണിവേഴ്സലായിട്ട് കയറി വരുന്ന ചിന്തയാണ് പോയി ചാകുക. നമ്മളെ തന്നെ ഇല്ലെന്നാക്ക്. എനിക്ക് എന്നെ വേണ്ട, എനിക്ക് എന്നോട് വെറുപ്പാണ്, എന്നോട് തന്നെ ബന്ധമില്ല, എന്നോട് തന്നെ അറപ്പാണ്, വെറുപ്പാണ്. അവിടെ തീർത്ത് കളയാം ഇവിടെയുള്ളവരോട്. അതുകൊണ്ടാണ് ചീത്തവാക്ക്, മുഖം വീർപ്പിച്ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നില്ല, ഉപദ്രവിക്കാൻ നോക്കുന്നു, ബന്ധമില്ല, തമ്പുരാനോട് ബന്ധമില്ല, കയർക്കുന്നു ദൈവത്തോട്, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. തമ്പുരാനെ കാണുമ്പോൾ ഇട്ടിച്ച് പോകാൻ തോന്നുന്നു, തമ്പുരാൻ്റെ അടുത്തേക്ക് വരുന്നില്ല, പള്ളിയിലോട്ട് വരാൻ പറ്റുകയില്ല, പ്രാർത്ഥിക്കാനിരിക്കാൻ പറ്റുകയില്ല. പണ്ട് പനച്ചിക്കിറച്ചനാരാണ്ട് ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞതായത് ഞങ്ങൾ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചപ്പം പനച്ചിക്കിറച്ചൻ്റെ ഓർമ്മ. അച്ഛനെ കാണാൻ ആശ്രമത്തിൽ ഒരു മനുഷ്യൻ വന്നു. അറിയാവുന്ന മനുഷ്യനാ, വരാൻ പറഞ്ഞിരുന്നതാ, പക്ഷെ കൃത്യസമയത്ത് പറഞ്ഞിട്ടല്ല വന്നത്. അങ്ങനെ വന്നപ്പോൾ അച്ഛൻ ധ്യാനിപ്പിക്കുക, ഇങ്ങനെ പള്ളി ധ്യാനം നടക്കുക ചാപ്പല്. അപ്പം പാർലറിൽ വന്നപ്പം അച്ഛൻ്റെ അടുത്ത് ആൾ വന്ന് പറഞ്ഞു, ഇങ്ങനെ ആൾ വന്നിട്ടുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, അയാൾ ഇവിടെ ഒന്ന് കയറി ഒന്ന് കുടിക്കോളാൻ പറ, ഇത് കഴിയുമ്പോൾ ആയിട്ട് കാണാം. ആ മനുഷ്യൻ വന്ന് കയറി ചാപ്പൽ ഇങ്ങനെ പുറകെ വന്നിരിക്കുക. അപ്പം അച്ഛനെ അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് ഞെടുപിരി കൊള്ളുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പം അച്ഛൻ പിന്നെ ഇറങ്ങി വരുമ്പോൾ അങ്ങനെ സ്വസ്ഥമായിട്ട് മരത്തിൻ്റെ വീട്ടിൽ വീടിയൊക്കെ വരച്ച് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം അച്ഛൻ പറയുമായിരുന്നു, പള്ളിക്കകത്ത് നല്ല സുഖപ്രദമായ അന്തരീക്ഷം, പക്ഷെ അവിടെ ഇരിക്കത്തില്ല, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഞെളിപിരി കൊള്ളുകയാണ്. പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചുമ്മാ തണുപ്പ് അടിച്ച് കാറ്റ് പിടിച്ചിട്ട് പൊടി അടിച്ച് കൊതുകുടിയും കൊണ്ട് ഒരു കുഴപ്പമില്ല, വീടിയും വലിച്ച് അല്ലെ സിഗരറ്റും വലിച്ച് എത്ര മണിക്കൂർ നിൽക്കാനും കുഴപ്പമില്ല. ഇവിടെ ഒരു ബന്ധമില്ലായ്മയുണ്ട്, തമ്പുരാൻ്റെ പക്കലേക്ക് അടുത്ത് വരത്തില്ല. അതുപോലെ പ്രകൃതിയോടും ബന്ധമില്ല, ഒന്നിനോടും ഇതാണ് സകല പാപത്തിലും സംഭവിക്കുന്നത്. അതാണ് സകല പാപത്തിലും സംഭവിക്കുന്നത്, ഈ ബന്ധമില്ലായ്മയുടെ അനുഭവങ്ങളാണ്. നിങ്ങൾ ചിന്ത കൂടുതൽ സജീവമായിട്ടുള്ളവർ അതിൻ്റെ ബാക്കി ചിന്തിച്ച് നോക്കുക. സകല പാപത്തിൻ്റെ അടിസ്ഥാന അനുഭവം ബന്ധമില്ലായ്മയാണ്. എൻ്റെ PhD തീസിസിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അതിന് ഒന്നാം ഭാഗം ആത്മീയതയെപ്പറ്റിയുള്ള ഒരു പഠനമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അല്പം ബൃഹത്തായ ഒരു പഠനമാണ്. ആ ഒന്നാം ഭാഗം കഴിഞ്ഞപ്പോൾ എൻ്റെ മോഡറേറ്റർ പറഞ്ഞു, അച്ഛൻ ഈ ആത്മീയതയെപ്പറ്റി ഇത്രയും വിശദമായിട്ട് എന്തിനാ പഠിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛൻ്റെ വിഷയം സേറ്റനോളജി ഒക്കെയല്ല, അതിലേക്ക് നേരെ കയറിയാൽ മതിയായിരുന്നു, ഇതൊരു 10 പേജിൽ എഴുതിയാൽ മതി ഇത്. പക്ഷെ അച്ഛൻ ഇത് തന്നെ ഒരു 3-4 ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്. ഇനി മറ്റേത് അച്ഛന് നിർബന്ധമില്ലായിരുന്നു, ഞാൻ ഇത് വെച്ച് തന്നെ അച്ഛൻ ഡിഫൻസ് നടത്തി വിട്ടേക്കായിരുന്നു ആത്മീയതയെപ്പറ്റിയുള്ളൊരു പ്രബന്ധമായിട്ട് എന്ന് ഈ അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇതേലാണ് എൻ്റെ ബാക്കി മുഴുവൻ വരാൻ എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒന്നാം ഭാഗത്ത് ആത്മീയതയുടെ സത്ത് എന്താണെന്നുള്ളത് ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ കണ്ടുമുട്ടിയത് ബന്ധമാണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന അനുഭവം. അത് വളരെ വിശാലമായ ഒരു ആഴത്തിൽ വേരൂന്നി നിൽക്കുന്ന ഒരു ആശയമാണ്. ഇത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കേ, എല്ലാ ബന്ധത്താൽ ആശ്രയിച്ചായിരിക്കുന്നത്. സൂര്യൻ അങ്ങോട്ട് നോക്കിക്കോ, പ്രപഞ്ചത്തിലേക്ക് പുറത്തോട്ട്. സൂര്യനും ഭൂമിയും ഈ നവഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ഇതൊക്കെ തമ്മിൽ ഇതെങ്ങനെ നിൽക്കുന്നത്, എങ്ങനെ ഓടുന്നു? ഇത് തമ്മിൽ ബന്ധമുണ്ട് ഇല്ലേ? കൃത്യമായ ഒരു പദത്തിലൂടെ ഒരു വഴിയിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയല്ല, അതിൻ്റെ ഒരു പദം അല്പം പോലും മാറാൻ പറ്റത്തില്ല. ഒരു ഡിഗ്രിയോ ഒരു ഡിഗ്രിയുടെ 100-1 ഒക്കെ ഭൂമി കറങ്ങുന്ന വഴി ഒന്ന് മാറിയാൽ ആ പോക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഭീകരമായ ദുരന്തമാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു അകലം സൂര്യനുമായിട്ട് ഭൂമി ഇങ്ങനെ പാലിച്ചുകൊണ്ടിരിക്കുക. അത് ഇച്ചിരി നീണ്ട ഒരു ഭ്രമണപഥമായതുകൊണ്ടാണ് ചില അവസരങ്ങളിൽ വേനലും ചില അവസരങ്ങളിൽ തണുപ്പൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞതിന് ഇത്രേ ഉള്ളൂ, ഈ ഭൂമിയും സൂര്യനും തമ്മിൽ മറ്റ് ഗ്രഹങ്ങൾ ഇതുപോലെ കറക്റ്റായുള്ള ബന്ധമുണ്ട്. അത് ആകർഷണ വികർഷണം വഴിയായിട്ടാണ് നിൽക്കുന്നത്.
പിന്നെ സൂര്യൻ, സൗരയൂഥവും മറ്റ് ഇതുമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇനി ഭൂമിക്കകത്തെ കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പം ഈ എക്കോ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആശയങ്ങളുണ്ട്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു, അതുകൊണ്ട് എണ്ണ കത്തിക്കുന്നു, കുറയ്ക്കണം. ഇതൊക്കെ വലിയ ചൂട് പിടിച്ച വിഷയങ്ങളാണ്. ഇപ്പം ആ രീതി ചിന്തിക്കുന്നവർക്ക് അറിയാം, ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഒരു വിമാനം പറന്ന് ഉയരുമ്പോൾ കത്തുന്ന എണ്ണ, അതിൻ്റെ കാർബൺ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്, അങ്ങനെ വന്നിട്ട് ഈ ഭൂമിയുടെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തമ്മിലുള്ള ഒരു താളം തെറ്റുന്നു, മരങ്ങൾ വെട്ടിക്കളയുന്നതുകൊണ്ട് മണ്ണൊലിപ്പ് കൂടുന്നു. ഇങ്ങനെ ഇതെല്ലാം ബന്ധപ്പെട്ടതാണ്. ബന്ധമില്ലാത്തതൊന്നും ഈ ഭൂമിയിലില്ല. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, ഭൂമിയിലേക്ക് നോക്കിയാൽ, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ, ഈ ശരീരത്തിനകത്തെ സിസ്റ്റം തന്നെ ബന്ധമില്ലാത്ത എന്നതെങ്കിലും ഉണ്ട്. എവിടെയെങ്കിലും നിസ്സാര കാര്യം ഓഫായാലും മൊത്തം ഡൗൺ ആകും. നമുക്കറിയാം, നിസ്സാര കാര്യത്തിന് പോരായ്മ വന്നാൽ മൊത്തം സിസ്റ്റം ഓഫാകും. ബ്ലഡിനകത്ത് ഇച്ചിരി ഷുഗർ കൂടിയാൽ കുറഞ്ഞാൽ, കൊളസ്ട്രോൾ കൂടിയാൽ കുറഞ്ഞ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധം കിടക്കുന്നത്? ഇങ്ങനെ ബന്ധം കിടക്കാൻ കാരണം ഇത് മുഴുവനും സൃഷ്ടിച്ചത് ബന്ധത്തിൻ്റെ പാരമ്യത്തിലായിരിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ ഇച്ചിരി ഒരു ആശയപരമായിട്ടൊന്ന് ചില കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. ദൈവമെന്ന് പറയുന്നത് 3 വ്യക്തികൾ പരസ്പര ഉറ്റ് ബന്ധപ്പെട്ട് ഒന്നായിരിക്കുന്നതാണ്. സ്നേഹമുള്ളവർ, ഇതൊക്കെ വലിയ ദൈവശാസ്ത്ര ആത്മീയ ആശയങ്ങളാണ്, വലിയ ആശയങ്ങളാണ്. നമ്മുടെ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികൾ ഒരു ദൈവം എന്ന് പറയാൻ മാത്രം ഒന്നാണ്. അവർ തമ്മിലുള്ള ബന്ധം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾ ഇതേപ്പറ്റി ഇപ്പം ഈ ചിന്ത കേൾക്കുമ്പം ഉള്ളിനൊരു കത്തിൽ കിട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം എടുത്തൊന്ന് വായിച്ചു പോവുക. എന്തിനാ? ഈ ഈശോ പിതാവും താനും ഒക്കെ ആയുള്ള ബന്ധത്തെപ്പറ്റി ഈശോ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്ത് മനോഹരമാണെന്നറിയാവോ? പിതാവും ഞാനും പിതാവും ഒന്നാണ്. പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പിതാവ് എന്നെ ഒരിക്കലും തനിയെ വിട്ടിരിക്കുകയല്ല. എനിക്ക് സ്വമേധയാ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. യഹൂദർ പറഞ്ഞു, ഇവൻ ഈ പ്രബോധനമല്ല എവിടുന്ന് കിട്ടി? ഇവനൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഈശോ പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതാണിത്. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനീ പഠിപ്പിക്കുന്നത്. അവിടുന്ന് ചെയ്യാൻ ഏൽപ്പിച്ചത് കാര്യങ്ങളാണ് ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിതാവ് എപ്പോഴും പ്രവർത്തന നിരതൻ, ഞാനും കൊണ്ട് പ്രവർത്തന നിരതനാണ്. പിതാവ് എന്നിൽ തന്നെയാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പ്രവർത്തികൾ ചെയ്യുകയാണ്. എനിക്കെൻ്റെ പിതാവിനെ കൂടെ ഒന്നും സാധ്യം. ഇങ്ങനെ എന്തുമാത്രമാണ് താനും പിതാവുമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ച് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പിതാവും പുത്രനും 2 വ്യക്തികളാണ്, പക്ഷെ അവർ തമ്മിലുള്ള ഒടുപ്പം. പിതാവിനുള്ളതെല്ലാം എൻ്റേതാണ്, എനിക്കുള്ളതെല്ലാം പിതാവിൻ്റേതാണ്. പിതാവിന് അങ്ങയുടെ മക്കളിൽ നിന്ന് പോകുന്നു, ഞാൻ പിതാവിൻ്റെ മക്കൾ തിരിച്ചു പോകുന്നു. ഇങ്ങനെ 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 പറഞ്ഞു വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതുപോലെ തന്നെയാണ് ചേർന്ന് വരുന്നത്. 3 പേര്, 3 വ്യക്തികൾ, ഏറ്റവും തുറവി, പങ്കുവെക്കൽ, ഒരുമ. ഇതാ ദൈവത്തിൻ്റെ സത്ത. അവിടെ ഈ തമ്പുരാൻ എന്തെല്ലാം ഉണ്ടാക്കിയോ അതിനകത്തെല്ലാം ഈ ബന്ധത്തിൻ്റെ നിറവും ഗുണവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ബന്ധമില്ലായ്മ എന്ന് പറയുന്നത് നമുക്ക് നാശമാണ്. നമുക്കുള്ള നമ്മുടെ ദൈവത്തെ പറ്റിയുള്ള സങ്കല്പം എന്താണോ അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതവും വരിക. നമ്മുടെ ഒരു വ്യക്തിയുടെ ദൈവ ആശയം, ദൈവസങ്കല്പം, ആ വാക്ക്, ദൈവത്തെ പറ്റിയുള്ള അവബോധം എങ്ങനെയുള്ളതാണോ അതനുസരിച്ചായിരിക്കും അവിടെ ജീവിതവും വരുന്നത്. ഉദാഹരണത്തിന് പലരും ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇസ്ലാം വിശ്വാസത്തിൽ ദൈവമെന്ന് പറയുന്നത് അള്ളാഹു അക്ബർ. അവരെപ്പോഴും 3 നേരം ബാങ്ക് വിളിച്ച് പറയുന്ന അള്ളാഹു അക്ബർ. എന്താ അതിനർത്ഥം? ഗോഡ് ഈസ് ഗ്രേറ്റ്. അക്ബർ എന്ന് വെച്ചാൽ ഗ്രേറ്റ്, ദൈവം വലിയവനാണ്. ഇസ്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ചിന്ത അതാണ്. ദൈവമെന്ന് പറയുന്നത് വലിയവനാണ്,
ദൈവത്തിൻ്റെ പക്കലേക്ക് ആർക്കും എടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് ആരും ലംഘിക്കാൻ പാടില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും അവിടെ മതനിന്ദെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുറാനിൽ എന്തെങ്കിലും നിന്ദിച്ച് പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ കൊന്നുകളയും. ഭയങ്കര സ്ട്രിക്റ്റാണ്. കാരണം ദൈവം അതുപോലെയാണ്. ദൈവം വലിയവനാണ്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞോ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യത്തെ പറഞ്ഞ് എന്തെങ്കിലും കളിതമാശോ ഒരു പരിപാടിയും പറ്റത്തില്ല. കുറേ നാൾ മുമ്പ് പാകിസ്ഥാനിൽ, ഒരു വർഷം മുമ്പായിരിക്കും, പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും, ദൈവികരംഗങ്ങളുടെ പത്രത്തിൽ കോളൻ ന്യൂസായിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. ഒരു പാകിസ്ഥാനിലൊരു മത പഠന ക്ലാസ്സിൽ ഒരു മതപുരോഹിതൻ ഇസ്ലാം പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പിള്ളേർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പിള്ളേർ സ്വാഭാവികമായിട്ട് ഉറക്കം തോന്നും, അസ്വസ്ഥമായിട്ടിരിക്കുകയൊക്കെ ചെയ്യുക. അപ്പം ഈ അധ്യാപകൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ കൃത്യം വാക്കില്ലെങ്കിൽ ഇങ്ങനെയാണ് ഏകദേശം, നമ്മൾ ആരെങ്കിലും അള്ളാഹുവിനെ നിന്ദിക്കുമോ, ഇങ്ങനെ ചോദ്യം ചോദിച്ചു. ആരെങ്കിലും നിന്ദിക്കുമോ? അപ്പം ആരും ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ ഒരു കൊച്ചിങ്ങനെ പരചാരപ്പെട്ടിരിക്കുന്നിടയ്ക്ക് അവൻ ഈ ചോദ്യം ശരിക്കും കേട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അപ്പോൾ ആരും ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ കൊച്ചു ഓർത്ത് ഞാനെന്താ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ സാറിന് വിഷമാവുമല്ലോ. അപ്പോൾ കൊച്ചു പറഞ്ഞു ഞാൻ ചെയ്യാം. അതോടെ സംഗതി തെറ്റിയില്ലേ? ഈ പൊക്കിയ നിൻ്റെ കൈ വെട്ടിക്കളയണമെന്ന് ഈ അധ്യാപകൻ പറഞ്ഞു. കാരണം അതാണ് അവന് നിന്ദിച്ചു. അപ്പോഴാണ് കൊച്ച് സംഭവം അറിയുന്നത്. അവിടെ വെച്ചെന്നാരും വെട്ടിയില്ല. പക്ഷേ ഈ കൊച്ചു വീട്ടിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞു. എന്നിട്ട് ആ അപ്പനും അമ്മയും കൂടി കൊച്ചും കൂടെ കൈ വെട്ടി. എന്നിട്ട് ആ കൈയുമായിട്ട് ഇവിടെ വന്ന് ഈ അധ്യാപകൻ്റെ കൈ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പം അന്നേരം അങ്ങേര് പറഞ്ഞു ഇപ്പോഴാണ് ആ തിന്മ മാറിയത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ദൈവത്തെപ്പറ്റി അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് അങ്ങനെയാണ്. ദൈവമെന്ന് പറയുന്നത് അങ്ങേയറ്റത്ത് ഇങ്ങനെ. മനുഷ്യനൊക്കെ അടിമകളാണ്, സ്ലേവ്സാണ്, പറയുന്നതനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഇതുപോലെ കർക്കശമായ ശിക്ഷകളെല്ലാം വരുന്നത്. ഏറ്റവും കൂടുതൽ ഏകാധിപതികൾ, സ്വേച്ഛാധിപതികൾ വരുന്നത് ഇസ്ലാം വിശ്വാസത്തിനകത്തുനിന്ന്. എന്തുകൊണ്ടാണ്? അവർ ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഇതാണ്. അവിടെ വീടിനകത്താണേലും അവിടെ ഇരിക്കണം. ഇങ്ങനെയുള്ള ഒരു മനോഭാവം കയറി വരിക. സമൂഹത്തിലും അത് വരിക, രാഷ്ട്രത്തിലും അത് വരിക. അപ്പം നമുക്ക് ദൈവത്തെ പറ്റിയുള്ള വെളിപ്പെടുത്തൽ എന്താണോ അതനുസരിച്ച് നമ്മുടെ ശൈലികൾ മാറും, ശൈലികളാകും. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചങ്ങ് വെക്കുകയാണ്. നിങ്ങൾ ആർക്കൊക്കെ ചിലർക്ക് ഇതിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടായിരിക്കും എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ യഹൂദ മതത്തിലേക്ക് നോക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ഇത്രയും ഭീകര രൂപമൊന്നും അല്ലെങ്കിലും ദൈവം അത്യുന്നതനായ ദൈവം. ഖുറാനിലുള്ള ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ നിന്നും നമ്മുടെ പഴയ നിയമത്തിൽ നിന്നും എടുത്തിരിക്കുന്നതാണ്. കാരണം ഖുറാൻ എഴുതപ്പെട്ടത് AD 600, 700, 800 കാലഘട്ടങ്ങളിലാണ്. മുഹമ്മദ് നബി ജീവിച്ചിരുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. 9-ാം നൂറ്റാണ്ടിലാണ് ഖുറാൻ ഏതാണ്ട് എഴുതപ്പെട്ടത്. അതിനൊക്കെ മുമ്പ് തന്നെ ബൈബിള്, പഴയ നിയമം, പുതിയ നിയമം എല്ലാം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ബൈബിളിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾച്ചേർത്തിട്ടാണ് ഖുറാൻ വന്നിരിക്കുന്നത്. ഞാനതേപ്പറ്റി മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ക്രിട്ടിക്കലായുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഏത് മതത്തെപ്പറ്റിയുള്ള പഠനങ്ങളും കാര്യങ്ങളും പഠിച്ചു വരുമ്പം ക്രിട്ടിക്കലായിട്ട് നമ്മൾ ക്രൈസ്തവർ അനുവദിക്കുന്ന പോലെയുള്ള വിമർശനാത്മക പഠനം വേറെ ഒരു മതത്തിലുമില്ല. നമ്മൾ ഏത് കാര്യവും എടുത്ത് ശാസ്ത്രജ്ഞന്മാരുടെ മുന്നേ വെച്ച് കൊടുക്കും, പരിശോധിച്ചോളാൻ പറഞ്ഞോണ്ട്. സഭ ടൂറിലെ തിരുക്കച്ച കണ്ടിച്ചു കൊടുത്തു മാർപ്പാപ്പ, കൊണ്ട് പരിശോധിക്കാൻ പറഞ്ഞു. അതുപോലെ തിരുവോസ്തി മാംസമായിട്ട് മാറിയത് എടുത്തു കൊടുത്തു, ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുത്തു. അച്ഛന്മാർക്ക് പരിശോധിക്കാനല്ല, ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുത്തു, പരിശോധിച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ അവിടെ കല്ലറ തുറന്ന് പരിശോധിക്കുകയാണ്, ഉത്ഥാന കല്ലറ. നമ്മളെന്തോ ഓപ്പണാണെന്നറിയാമോ? നമ്മളൊന്നും മൂടി വെച്ചിട്ടില്ല. ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തിയിട്ട് കണ്ടുപിടിച്ചിട്ട് കറക്റ്റാക്കിക്കൊണ്ട് പോകാൻ. ബൈബിളിലെ പഠിത്തങ്ങളൊക്കെ നമ്മൾ ബൈബിൾ പഠനത്തിൻ്റെ വശത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായിട്ട് ബൈബിളിലെ കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ പഠിച്ചു പോകുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടും ഈശോയെ നോക്കി ദൈവമേ എന്ന് വിളിക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണ്.
അതേസമയം ഞാൻ എൻ്റെ പഠനത്തിനകത്ത് ഇസ്ലാം സ്പിരിച്വാലിറ്റിയൊക്കെ പഠിക്കാൻ കയറി വന്നപ്പം അതേപ്പറ്റിയുള്ള ഏറ്റവും ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങൾ എടുത്തു വെക്കുന്നിടത്ത് പോലും അതിൻ്റെ ആരംഭത്തിൽ തന്നെ അവർ ഇസ്ലാം പണ്ഡിതർ പറഞ്ഞിരിക്കുകയാണ്, ഇത് പാശ്ചാത്യ വിമർശനാത്മക രീതിയിലുള്ള ഒരു സ്കോളർലി കാഴ്ചപ്പാടോടുകൂടെ ഈ പുസ്തകത്തിലേക്ക് ആരും നോക്കരുത്. ഇത് വിശ്വാസത്തിൻ്റെ കാര്യമാണ്. അത് ക്രിട്ടിക്കലായിട്ട് ചകഞ്ഞു വന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു പഠനം മുഴുവൻ അങ്ങ് ആരംഭത്തിൽ തന്നെ പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുക. എന്നിട്ട് ഇവരങ്ങ് പറഞ്ഞേക്കുകയാണ് അതെല്ലാം അങ്ങ് അതേപടി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈശോ ബൈബിള് 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് ഈശോയുടെ ജനനത്തിനും ഒരു 30, 35, 40 വർഷം കഴിഞ്ഞപ്പോൾ മുതലേ എഴുതപ്പെട്ടതാണ്. ഈശോയുടെ ജീവിതവും ഈ എഴുതപ്പെട്ട പുസ്തകമായിട്ട് 40 വർഷം 50 വർഷമൊക്കെ അകൽച്ചേ ഉള്ളൂ. അത് വേറെ ഒത്തിരി കുറവുണ്ട് താനും. അതിൻ്റെ സമയത്താണ് മറ്റേ 200 വർഷത്തിൻ്റെ അകൽച്ച കിടക്കുകയാണ്. 200 വർഷം മുമ്പ് വാഗമണ്ണിൽ സംഭവിച്ചൊരു കാര്യം നമുക്ക് ആർക്ക് ഓർക്കാൻ പറ്റും, പറയാൻ പറ്റും. 50 വർഷം മുമ്പത്തെ ഇവിടുത്തെ കാര്യങ്ങൾ പോലും പറഞ്ഞിട്ട് ശരിയാകുന്നില്ല. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ആശയം നമ്മൾ എടുക്കേണ്ടത് ഒരു ധ്യാനത്തിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പം ഞാൻ പറഞ്ഞത് പാപമെന്ന് പറയുന്നത് അകൽച്ചയാണ്, ഭിന്നിപ്പ്, അകൽച്ച. അതിൻ്റെ മറുവശം നമ്മൾ നോക്കുമ്പോൾ ദൈവമെന്ന് പറയുന്നത് ഒന്നിപ്പാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ആശയം പോലും ഈ കൂട്ടായ്മയുടെ ബന്ധം, റിലേറ്റഡ്നെസ് അല്ലെ റിലേഷണാലിറ്റി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാവുന്ന ആ ഒരു തലത്തിൽ മാക്സിമമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവിക വെളിപ്പെടുത്തലിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കുറേ നൂറ്റാണ്ടുകൾ നമ്മുടെ ദൈവം 3 ആളുകളാണെന്ന് പറയുന്ന വലിയൊരു പ്രശ്നം പിടിച്ച വിഷയമായിരുന്നു. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്നുകിൽ നിങ്ങൾ ഒരു ദൈവമെന്ന് പറ, അല്ലെ 3 ദൈവമെന്ന് പറ. ഇത് ഒരു ദൈവം 3 ആളുകൾ, ഇതെങ്ങനെയാണ്? ഇതേപ്പറ്റി ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതെന്തോ ഒരല്പം പെശക് പറ്റിപ്പോയതാ, ഈശോ ദൈവമാണെന്ന് പറയണ്ട, പിതാവ് മാത്രമേ ദൈവമുള്ളെന്ന് പറയാനും നല്ലതെന്നൊക്കെ പറഞ്ഞ് ഈശോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഭാഷണ്ടതകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈശോ ശരിക്കും അങ്ങനെ ദൈവ മനുഷ്യനായിരുന്നില്ല, ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. പരസ്യം നടത്തി ഇപ്പോൾ മാമോസ മുങ്ങി മാത്രം ദൈവം വന്ന് കയറി, പിന്നെ കുരിശിന് മുമ്പ് ദൈവം ഇറങ്ങിപ്പോയി, പിന്നെ വെറും മനുഷ്യൻ. അങ്ങനെ എന്തെല്ലാം വ്യാഖ്യാന അന്തരങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ തൃത്വത്തിൻ്റെ തിരുനാൾ വരുമ്പോൾ അച്ഛന്മാർ മിക്കവാറും പള്ളിയിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് തൃത്വത്തിൻ്റെ തിരുനാളാണ്, ഇതൊരു വലിയ രഹസ്യമാണ്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഈ ട്രിനിറ്റി എന്ന് പറയുന്ന, തൃത്വം എന്ന് പറയുന്നത് ഒരു കടിച്ചാൽ പൊട്ടാത്ത കാര്യം. ഒരു ദൈവം 3 ആളുകൾ, ഇത് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഒരുപാട് ചർച്ചകളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്, ഒരുപാട് തിയോളജി ഉണ്ട് അതിനകത്ത്. പക്ഷേ ഈ കാര്യം പഠിപ്പിച്ചത് ആരാ? ഈശോയാണ്. ഞാനും പിതാവും പരിശുദ്ധാത്മാവും സഹായകൻ അവൻ വരും. ഇങ്ങനെ മൂന്ന് വ്യക്തികളെ പറ്റി ദൈവമായിട്ട് തുല്യമായിട്ട് ഈശോ പഠിപ്പിച്ചു. പക്ഷെ ഈശോ ഇത് പഠിപ്പിച്ച വളരെ ലളിതമായിട്ടാണ്, ഒരു കോംപ്ലിക്കേഷനുമില്ല. ഈശോയുടെ അനുഭവത്തിൻ്റെ തലത്തിലാണ് ഈശോയുടെ പങ്കുവെക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ദൈവസങ്കല്പം ക്രൈസ്തവ വിശ്വാസം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ആത്മീയതയുടെ വഴിയിൽ ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ മനസ്സിലാക്കുകയാണ്, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ദൈവ ചിത്രം വേറെ ഒരിടത്ത് നമുക്ക് സാധ്യമല്ല. ഈ പ്രപഞ്ചം മുഴുവൻ്റെയും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയ്ക്കുള്ള ഏറ്റവും നല്ല വിശദീകരണം ഈ ആശയത്തിലുണ്ട്. ദൈവം തന്നെ ബന്ധമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം നമ്മൾ എടുത്തല്ലോ. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. തമ്പുരാൻ പറഞ്ഞ എങ്ങനെയാ? ഞാനെന്നല്ല പറയുന്നത്, നമുക്കെന്നാ പറയുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ പഴയ നിയമം എഴുതിയത് യഹൂദരാണ്, അവരുടെ കയ്യിൽ ഇരുന്നിട്ടാണ് നമുക്ക് ഈശോയുടെ കാലഘട്ടത്തിൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് ചേർന്ന് വന്നത് നമുക്ക് കിട്ടിയുള്ളൂ. അവർക്ക് ദൈവമെന്ന് പറയുന്നത് യഹോവ, ഏക ദൈവമാണ്. ഈശോ ദൈവപുത്രനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ ഈശോയെ കൊണ്ട്, നീ ദൈവപുത്രനാണോ? അതാണ് ഫൈനൽ ചോദ്യം. അതേന്ന് പറഞ്ഞപ്പോൾ തീർന്നു, കൊന്നു കളയാൻ പറഞ്ഞു. ദൈവം ഒരാളേ ഉള്ളൂ, വേറെ ഒരാൾ ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. നീ വെറും മനുഷ്യനായിരിക്കും, നിന്നെ തന്നെ ദൈവതുല്യനാക്കിയിരിക്കുന്നു, നീ ദൈവദൂഷകനാണ്. ഇതാണ് അവരുടെ ആരോപണം. അങ്ങനെയുള്ള യഹൂദർ ഇവിടെ ഈ ആദ്യ പുസ്തകം, ആദ്യ അധ്യായത്തിൽ തന്നെ അവർ പോലും അറിയാതെ ഇങ്ങനെ കുറിച്ചു. ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കാം. ദൈവം ആലോചിക്കുകയാണ്.
ഒരാത്മകഥമല്ല. ദൈവം ആലോചിക്കുകയാണ്. ത്രിത്വിക ദൈവം, 3 വ്യക്തികൾ, അവർ പരസ്പരം ആലോചിച്ച്. അതുകൊണ്ട് ഈ ബന്ധത്തിൻ്റെ തലം ഇപ്പം ദൈവത്തിൻ്റെ സാദൃശ്യം ഛായ നമുക്ക് വന്നിരിക്കുന്നത് കൊണ്ട് നാം ഏറ്റവും കരുത്തും മനോഹരവും പൂർണ്ണവും ആയിട്ട് മാറുന്നത് ഈ ബന്ധത്തിൽ ആഴപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് വിശുദ്ധരൊക്കെ വലിയ ബന്ധങ്ങൾ അനുഭവിച്ച വ്യക്തികളായിരുന്നു. അസീസി പുണ്യവാൻ, 2-ാം ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി, അസീസി പുണ്യവാൻ എല്ലാറ്റിനെയും സ്നേഹിച്ചിരുന്നു. സകലരോടും ബന്ധം, മൃഗങ്ങളോട് പോലും ഇല്ലേ. ചെന്നായ ആൾക്കാരെ കൊന്നു തിന്ന് ചെന്നായുടെ കൂട്ടിലേക്ക് കയറി ചെന്നിട്ട്, സഹോദര ചെന്നായ നീ എന്നതായി കാണിക്കുന്നേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്നു. പക്ഷികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംവദിച്ചിരുന്നു. അസീസി പുണ്യവാൻ ജീവിച്ചിരുന്ന അസീസിയിലെ ആശ്രമത്തിൽ ഞാനവിടെ പോയപ്പോൾ ഞാൻ നേരെ കണ്ടതും വീഡിയോ എടുത്ത് എൻ്റെ കിടപ്പുണ്ട്. പുണ്യവാൻ്റെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. ആ രൂപത്തിൽ ഇങ്ങനെ ഒരു കൊട്ട, പുണ്യവാൻ ഇങ്ങനെ പക്ഷികൾക്ക് തീറ്റ കൊടുക്കുമായിരുന്നല്ലോ, കയ്യിൽ കൊട്ടയായിട്ട് ഇങ്ങനെ നിൽക്കുക. ആ കൊട്ടയ്ക്കകത്ത് ഒരു പ്രാവ് എപ്പോഴും ഉണ്ടായിരിക്കും, ജീവനുള്ള ഒരു പ്രാവ്. ഈ ഒരു പ്രാവ് പോകുമ്പോൾ അടുത്ത പ്രാവ് വന്നിരിക്കും, അത് പോകുമ്പോൾ അടുത്ത പ്രാവ് വന്നിരിക്കും. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെ ഒരു പ്രാവ് എപ്പോഴും കാണും, ഈ വിശുദ്ധൻ രൂപത്തിൽ. അത് ഇന്നും അവിടെ കാണുന്ന കാര്യമാണ്. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ പല വിശുദ്ധരെ പറ്റിയും മത്സ്യങ്ങളോട് പ്രസംഗിക്കുന്ന വിശുദ്ധർ ഇല്ലേ, നമ്മുടെ ഫ്രാൻസിസ് സേവ്യറൊക്കെ. ഇങ്ങനെ എന്തുമാത്രം സംഭവങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. മറ്റ് ഹൈന്ദവ ആത്മീയതയെ പോലും ഈ മുനിമാരൊക്കെ മൃഗങ്ങളെയൊക്കെ ഇണക്കി ഒരുമിച്ച് വസിക്കുന്ന അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. അത് ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു ഒരു അടയാളം തന്നെയാണത്. അസീസി പുണ്യവാൻ മരണത്തെ പോലും സഹോദരി മരണമേ വന്നാലെന്ന് പറഞ്ഞോണ്ടാ, സഹോദര സൂര്യ, സഹോദരി ചന്ദ്ര, ഇങ്ങനെ സർവരെയും. കുരിശുയുദ്ധം നടക്കുമ്പം ഈ ഇവർ മുസ്ലിം ഭരണാധിപന്മാരും, പേര് സുൽത്താൻ, സുൽത്താനല്ല വേറെ വാക്കാണല്ലോ പറഞ്ഞത്, അവരിങ്ങനെ നമ്മളുമായിട്ട് ഭയങ്കര യുദ്ധവും എല്ലാം നടക്കുമ്പം അസീസി പുണ്യവാൻ വിശുദ്ധ നാട്ടിൻ്റെ പോക്ക് ഞാൻ നടന്ന് യാത്ര തീർത്ഥാടനം പോകുന്നു ജെറുസലേമിലേക്ക്. തിരിച്ചു വന്നിട്ട് അങ്ങേര് ഒരു ബ്രദറിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഈ മുസ്ലിം രാജാവിൻ്റെ കൊട്ടാരത്തിലോട്ട് പോയി കയറി ചെന്നു. ഒരു ക്രൈസ്തവ സന്യാസി തോറി യുദ്ധം നടക്കുകയാണ്, മുസ്ലിമുകൾ ക്രൈസ്തവരും കൃഷി യുദ്ധം. അന്നേരമാണ് അസീസി അവിടെ കയറി ചെന്നു. ആരും അങ്ങേരെ ഉപദ്രവിച്ചില്ല. ഈ പറഞ്ഞ രാജാവിൻ്റെ പക്കൽ ഫ്രാൻസിസ് ചെന്നു കണ്ടു, സംസാരിച്ചു. പക്ഷെ ആ രീതിയിലൊന്നും കാര്യങ്ങൾ നീങ്ങിയില്ല, സമാധാനവും കൂട്ടായ്മയായിട്ടൊന്നും കാര്യങ്ങൾ നീങ്ങിയില്ല. പക്ഷേ ഈ മനുഷ്യനെ ഒറ്റയ്ക്ക് ഒരു ബ്രദറിനെ കൂട്ടിക്കൊണ്ട് ഒരായുധവും ഇല്ലാതെ അവിടെ കയറി ചെന്നു. അവർ സ്വീകരിച്ച് സംസാരിച്ച് ഇറങ്ങിപ്പോന്നു. എല്ലാവരോടും അടുപ്പം, ആരോടും അകൽച്ചയില്ല. അസീസി അനുഭവിച്ച അങ്ങനെയാണ്. എല്ലാ വിശുദ്ധരും, ഏതെങ്കിലും വ്യക്തി വിശുദ്ധിയിൽ വളരുന്നുണ്ടോ ആ വ്യക്തി ഇങ്ങനൊരു അടുപ്പം അനുഭവിക്കും. ഇവിടെ ഇന്നലെ കണ്ടില്ലേ, ഈശോ ഞാൻ വിധിക്കുകയല്ല, ഞാൻ വിധിക്കുന്നില്ല, ഞാൻ വന്ന് വിധിക്കാനല്ല. എത്ര ഘട്ട പാപത്തിൻ്റെ അവസ്ഥയിലുള്ള വ്യക്തിയെയും ഈശോ ചേർത്ത് പിടിക്കുകയാണ്, ആരെയും വിധിച്ച് മാറ്റി വെക്കുകയില്ല. ഈ ദൈവവുമായി ബന്ധപ്പെട്ടതെല്ലാം കൂട്ടായ്മയുടേതാണ്, ചേർത്ത് പിടിക്കലിൻ്റെതാണ്. മറുവശത്ത് പിശാചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അകൽച്ചയുടേതാണ്. ഞാൻ ആശ്ചര്യപൂർവ്വം എൻ്റെ പഠനത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം അത് തന്നെയാണ്. ആത്മീയതയുടെ അടിസ്ഥാന തത്വം, അനുഭവം, റിലേഷനാലിറ്റി എന്നുവെച്ചാൽ ബന്ധത്തിലേക്ക് ഇറങ്ങാനുള്ള സന്നദ്ധത, റിലേറ്റഡ്നെസ്, റിലേഷൻഷിപ്പ്, ബന്ധത്തിലായിരിക്കുന്ന അനുഭവം. അങ്ങനെയാണ് നമ്മുടെ പുരാതന ഭാരതീയ മഹർഷിമാർ പോലും നടത്തിയിരുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവനും സുഖം ഭവിക്കട്ടെ. അതൊരു ആത്മീയ കാമ്പുള്ള പ്രാർത്ഥനയാണ്. കാട്ടിപ്പോയി ഗുഹയിലിരിക്കുന്ന വ്യക്തിയാണ് ഈ മഹർഷി. യഥാർത്ഥ ആത്മീയതയിലേക്ക് ഒരു വ്യക്തി വളർന്നു വന്നു കഴിയുമ്പോൾ സകലരെയും ചങ്കത്തോട് ചേർത്ത് പിടിക്കുക. ലോകം മുഴുവനും സുഖമുണ്ടാകണേ ദൈവമേ, ആരോടും വെറുപ്പില്ല, ആരോടും അകൽച്ചയില്ല, എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ഗുഹയ്ക്കകത്തിരുന്നാലും ആത്മീയമായിട്ട് കരുത്തുള്ള ആളാകാൻ പറ്റുള്ളൂ. ഇറങ്ങിച്ചെന്ന് കണ്ടോ മിണ്ടിയോ എന്നുള്ളതല്ല, നാട് മുഴുവൻ ഓടി നടന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഹൃദയത്തിൽ നമ്മൾ ലോകം മുഴുവനെയും ചേർത്ത് വെക്കണം.
അതിനുള്ള സന്നദ്ധത, അതാണ് റിലേഷണാലിറ്റി. ബന്ധത്തിലേക്ക് വരാനുള്ള സന്നദ്ധത. ആരെങ്കിലും ബന്ധം സ്വീകരിച്ചാൽ റിലേറ്റഡ്നെസ്, റിലേഷൻഷിപ്പായി. അതൊരു മിനിമമാണ്. ആ ബന്ധം ഇങ്ങനെ കൂടി 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 വരുമ്പം മാക്സിമത്തിലേക്ക് വരുമ്പോൾ ഒന്നാകും. അതാണ് 3 വ്യക്തികളുടെ സ്വർഗത്തിൽ ഒരു ദൈവമെന്ന് പറയുന്നത്. ഇതൊക്കെ വലിയ വിപുലമായ കാര്യങ്ങളാണ്. ഈശോ പറഞ്ഞത് എല്ലാവരെയും സ്നേഹിക്കാനാണ്. എൻ്റെ പ്രായോഗിക വശം പെട്ടെന്ന് ചേർത്ത് പറയുകയാണ്. ഒരുപാട് പേർക്ക് നല്ല ആത്മീയമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് പേർക്കൊരു വിഷമമുണ്ട്. അച്ഛാ, സ്നേഹിക്കാൻ നോക്കിയാൽ എങ്ങനെ അവർ സമ്മതിക്കുകയല്ല. എങ്ങനെ സ്നേഹിക്കാനാ? വീട്ടിലുള്ളവർ ഞാൻ പോയി കാലെ പിടിച്ച് നോക്കി, സമ്മതിക്കുകയല്ല. അടുത്തേക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ക്ഷമ ചോദിച്ചു, ഇല്ല, അവർ മിണ്ടുകയല്ല. അയൽവക്കത്തുള്ള സംഭവിച്ച പ്രശ്നം ഉണ്ടായതാ, പിന്നെ തിരുത്തി, സോറി പറഞ്ഞു, ഞാൻ തിരുത്തി, മാപ്പ് ചോദിച്ചു, പിന്നെ പോയി കാലേ വീണു, എന്നിട്ട് സമ്മതിക്കുന്നില്ല. പക്ഷെ എന്നാ കാണിക്കാനാ എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. എന്താ തെറ്റിദ്ധാരണ? എവിടെ തെറ്റിദ്ധാരണ കിടക്കുന്നറിയാവോ? ഈശോയുടെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് മത്തായി 5 നമ്മൾ കാണുന്നുണ്ട്. നീ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ, മത്തായി 5:23-24, നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരൻ രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. ഇതാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വചനോപദേശം. രമ്യതപ്പെടാൻ നോക്കിയിട്ട് കാലെ പോയി പിടിച്ചിട്ട് പോലും അത് നേരെ നോക്കുന്നില്ല. മാപ്പ് ചോദിക്കുക ചെന്നപ്പോൾ കുറേ കൂടെ തെറി പറഞ്ഞു തൊഴിച്ചിറക്കി വിട്ടു. ഞാൻ എങ്ങനെ ബലി അർപ്പിക്കും? എനിക്ക് ബലി അർപ്പിക്കാൻ യോഗ്യതയുണ്ട്, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. സഹോദരൻ എന്നോട് വെറുപ്പുണ്ട്, അല്ലേ? നിന്റെ സഹോദരനുടെ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ ബലി നിർത്ത്, പോയി രമ്യതപ്പെടാൻ ഈശോ പറയുന്നത്. ഈ വചനം എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ വചനം നമ്മൾ മനസ്സിലാക്കാൻ ചിന്തിക്കുമ്പം പെട്ടെന്ന് വരുന്ന അസ്വസ്ഥത, ഞാൻ കാലെ പിടിച്ചിട്ട് മടങ്ങുന്നില്ല, എന്നാ ചെയ്യും? ഞാനൊരു പെട്ടെന്ന് കാര്യം ഗ്രഹിക്കാൻ വേണ്ടി വേറൊരു ബദൽ ചിത്രമല്ല, ഈശോയുടെ തന്നെ ലൈഫിലെ ഈശോയുടെ ബലിയർപ്പണത്തിലേക്കൊന്ന് നോക്കിക്കുക. കുരിശുമായിട്ട് ഈശോ മലമുകളിലേക്ക് പോകുന്നു. കുരിശിൽ ഈശോ തന്നെ ബലി അർപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗ്യമാണല്ലോ നമ്മൾ ഈ അർപ്പിക്കുന്ന ബലി. ഈശോയുടെ ഈ ആദ്യത്തെ ഒറിജിനൽ ബലി, പൂർണ്ണ ബലി, സമ്പൂർണ്ണ ബലി, ഈ ബലി അർപ്പിക്കാനായിട്ട് ഈശോ പോകുമ്പം ഈ പറഞ്ഞ വചനം ഈശോയുടെ ആ ബലി അർപ്പിക്കാൻ പോക്കിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? നീ ബലി അർപ്പിക്കാൻ പോകുമ്പം ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നീ ഓർമ്മിച്ചാൽ അവിടെ വെച്ചിട്ട് തിരിച്ചു പോയി രമ്യതപ്പെട്, പിന്നെ വന്ന് ബലി അർപ്പിച്ചാൽ മതി എന്ന് പറയുന്നത് ഈശോയുടെ കുരിശ് ബലിയിലേക്ക് ചിന്തിച്ചാൽ എങ്ങനെയാ? ഈശോ ബലിയർപ്പിക്കാൻ പോയപ്പം ഈശോയുടെ വിരോധമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഈശോയുടെ വിരോധമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? വിരോധം ഉണ്ടായിരുന്നവരെ ഉള്ളൂ. സകലരും, ചുറ്റുപാട് നിന്ന സകലരും, കൂടെ ഇടതുവശത്ത് കിടന്ന കള്ളൻ വെറുത്ത്, നീ ദൈവത്തിനാണ് ഇറങ്ങിപ്പോ, ഞങ്ങളെ രക്ഷിക്കുക, പടയാളികൾ പുച്ഛിച്ചുകൊണ്ട്, ഫരിസയര് നിയമിച്ചർ അവരങ്ങനെ പുച്ഛിച്ചുകൊണ്ട്, വെറുതെ വഴിയെ പോയ ജനക്കൂട്ടം പോലും തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, നീ ഇറങ്ങി വാ, നിന്നെ തന്നെ രക്ഷിക്കുക. ഇങ്ങനെ വെറുപ്പിൻ്റെ ഒരു സുനാമി തിരമാല പോലെ കയറി വരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈശോ ബലി അർപ്പിക്കുന്നത്. അപ്പം ഈ വചനം വാച്യ അർത്ഥത്തിൽ നമ്മൾ എടുക്കുന്ന പോലെ എടുക്കുകയാണെങ്കിൽ ഈശോയ്ക്ക് ബലി അർപ്പിക്കാൻ അവകാശമില്ല. ശരിയാണ്, ഈശോയ്ക്ക് ബലി അർപ്പിക്കാൻ അവകാശമില്ല. നിന്റെ സഹോദരൻ നിന്നോട് വിരോധമുണ്ടെന്ന് നീ അവിടെ വെച്ച് ഓർത്താൽ തിരിച്ചു പോകാനാണ് ഈശോ പറയുന്നത്. പിന്നെ എങ്ങനെ ഇത് മനസ്സിലാക്കുക? ഇത്രയും വിരോധത്തിന് നടുവിൽ ഈശോ എങ്ങനെയാണ് ഈ രമ്യതയുടെ ആ ഒരു വ്യവസ്ഥ പാലിച്ചത് എങ്ങനെയാണ്? അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്പം കൂടെ വ്യത്യസ്തമായിട്ട് ആഴത്തിൽ തിരിച്ചറിയണമെന്ന് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. സംഭവം എന്താണ് ആഴത്തിൽ മനസ്സിലാവുക? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ റിലേഷനാലിറ്റി, റിലേറ്റഡ്നെസ് എന്ന ഒരു ആശയം വരുന്നത്. ഞാൻ ഇംഗ്ലീഷ് വാക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ തീസിനകത്തെ വാക്ക് അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ.
ഈശോയുടെ കൽപ്പന സ്നേഹിക്കാനാണ്, സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ആയിരിക്കുക എന്നല്ല എന്ന് ഞാനൊന്ന് പറഞ്ഞു വെക്കാം. ആരംഭത്തിൽ സ്നേഹിക്കുക എന്ന് പറയുന്നതും സ്നേഹത്തിൻ്റെ ബന്ധത്തിലായിരിക്കുക എന്ന് പറയുന്നതും ഒന്നല്ല, രണ്ടാണ്. എന്തുകൊണ്ടാണ് രണ്ടാന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? സ്നേഹിക്കുക എന്നുള്ള പ്രക്രിയയ്ക്ക് എനിക്ക് ആരുടെ അനുവാദവും വേണ്ട, സഹകരണവും വേണ്ട. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക, ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആരുടെയും സഹകരണ അനുവാദം ആവശ്യമില്ല. അസിസി പുണ്യം എല്ലാവരെയും സ്നേഹിച്ചു, ഈശോയും എല്ലാവരെയും സ്നേഹിച്ചു. ആരെയും ഈശോ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ എല്ലാവരുമായിട്ടും ഈശോ പോലും ആയിരുന്നിട്ടില്ല. സാധിക്കുകയില്ല. എന്തുകൊണ്ടാ? എനിക്ക് സ്നേഹിക്കുക എന്ന് പറയുന്നത് ഞാൻ റിലേഷണാലിറ്റി, എൻ്റെ സന്നദ്ധത ഞാൻ കൈ നീട്ടുന്ന പോലെയാണ്. ഒരു ബന്ധത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ കൈ നീട്ടുകയാണ്. ഞാൻ ഇങ്ങനെ കൈ നീട്ടുമ്പോൾ എല്ലായിടും നിറയ്ക്ക് ഞാൻ കൈ നീട്ടി നിൽക്കുമ്പം ആരെങ്കിലും എൻ്റെ കയ്യിലോട്ട് അവരുടെ കൈ നീട്ടി പിടിച്ചാൽ മാത്രമേ ബന്ധം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഒരാൾ കൈ നീട്ടി എൻ്റെ ഈ തുറവിയെ, സ്നേഹിക്കാനുള്ള മനസ്സിനെ സ്വീകരിക്കുമ്പോഴേ ബന്ധം ഉണ്ടാവുള്ളൂ. ഇതാണ് റിലേറ്റഡ്നെസ് അല്ലെ റിലേഷൻഷിപ്പ്. ഇതിലേക്ക് വരുന്നിടം വരെ എൻ്റെ റിലേഷനാലിറ്റിയാണ്. ദൈവം എപ്പോഴും മനുഷ്യൻ്റെ നേർക്ക് ഇങ്ങനെ കാര്യങ്ങൾ പിരിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഏശയ്യയുടെ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏശയ്യ 65:1-2 തിരുവചനങ്ങൾ. എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനമരുളാനും ഞാൻ തയ്യാറായിരുന്നു. എൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴി തെറ്റു നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കരങ്ങൾ വിരിച്ചു പിടിച്ചു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴി തെറ്റു നടക്കുന്ന കലഹപ്രിയരായ ജനത്തിൻ്റെ നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ വിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതാണ് ദൈവം. എല്ലാവരുടെയും നേർക്ക് ദൈവം എപ്പോഴും തുറന്ന് കാത്തു നിൽക്കുകയാണ്. ദൈവം എപ്പോഴും നമ്മളെ വിളിക്കുകയാണ്. വന്നേ, തിരിച്ചു വാ, മടങ്ങി വന്നേ, തിരിച്ചു വന്നേ, നമുക്ക് രമ്യതപ്പെടാം, നമുക്ക് സ്നേഹത്തിലാകാം, കൂടെയാകാം, ഒരുമിച്ചാകാം. ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ, ഒരുമിച്ചാകാം, വന്നേ. തമ്പുരാൻ ഇങ്ങനെ നിൽക്കുമ്പം പക്ഷേ ഒരുപാട് മനുഷ്യരും കൈകെട്ടിയാണ് നിൽക്കുന്നത്. താല്പര്യമില്ല. കേട്ടാൽ തന്നെ ഉത്തരം കൊടുക്കുന്നില്ല. കേൾക്കുന്നു, അങ്ങനെ തന്നെ ഇറങ്ങിപ്പോകുന്നു. കഴിഞ്ഞ ദിവസം പ്രസംഗം കേട്ട ഉടനെ ഒരു എസ്സീൻ, ഞാൻ പറഞ്ഞത് ആദ്യത്തെ ദിവസം അല്ലേ, എസ്സീൻ ഉടുപ്പെല്ലാം ഊരിയിട്ടിട്ട് കർത്താവിനോട് നടക്കാൻ വേണ്ടിയിട്ട് റെഡിയാകുന്ന സംഭവം ഞാൻ പറഞ്ഞല്ലേ, സ്നേഹഗീതയ്ക്കകത്തുനിന്ന്. അത് പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങൾ 2 വർഷം മുഴുവൻ കൂടെ നടന്നിട്ടും എത്ര പ്രസംഗം കേട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടായില്ലല്ലോ. അപ്പോൾ ആ എസ്സീൻ യുവാവ് തമ്പുരാൻ്റെ വിളി കേട്ടപ്പോഴേ ചാടിപ്പിടിച്ചു കഴിഞ്ഞു. ബന്ധമായി. നമ്മളെല്ലാം തമ്പുരാൻ്റെ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കാൻ വന്നിരിക്കുന്നത്. ഒരു ബന്ധമുണ്ട്. ഇനി ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഇപ്പം ഞാൻ മുമ്പ് കാണിച്ചതുപോലെ തമ്പുരാൻ എപ്പോഴും കൂടുതൽ എന്തുമാത്രമാണ് ദൈവം കൂടുതൽ വെളിപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ തൊടുപുഴത്തെ മാതാവിൻ്റെ ആ ദർശനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മളൊരു വശം പറഞ്ഞു. മാതാവ് മുറ്റത്ത് വന്നു നിന്നു, മഴയത്ത് വന്നു നിന്നു, കയറിക്കോട്ടം ചോദിക്കുന്നു. കൊച്ച് അമ്മയുടെ അപ്പം ചോദിക്കുന്നു. മാതാവ് മുറ്റത്ത് നിൽക്കുന്നു, കയറിക്കോട്ടം ചോദിക്കുന്നു. കയറി വരാൻ പറയുന്നു.
അപ്പോൾ മാതാവ് പറയുന്നത് തന്നെ ഇറങ്ങി, എല്ലാവരുടെയും അനുവാദം വേണം. പിന്നെ പറയുന്നത് ഇറങ്ങി പോകാൻ പറയരുത്. അങ്ങനെ മാതാവ് വന്ന് അങ്ങനെ ഒരു ബന്ധത്തിൽ ആഴപ്പെട്ട് വന്ന് ആ ബന്ധം എന്തുമാത്രം വളർന്നു പോകുന്ന നമ്മൾ പറയുകയുണ്ടായി. അവരെ വീട് മുഴുവനും തമ്പുരാൻ്റെ കാര്യത്തിന് വിട്ടുകൊടുക്കാൻ മാത്രം ആഴങ്ങളിലേക്ക്, നമ്മുടെ കള്ളങ്ങാട്ട് പിതാവിൻ്റെ മുദ്രാവാക്യം ആഴങ്ങളിലേക്ക് വലയിറക്കുക എന്നുള്ളതാണ്. അത് ഈ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ലൂക്കാ 5-നകത്തുനിന്ന്. ഇവിടെ ദൈവജനം ശ്രമിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസര തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയെടുത്ത് കിടക്കുന്ന അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്ന വള്ളങ്ങളിൽ ഒന്ന്. ഈശോ അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് ഈശോ ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ ഈശോ ഇങ്ങനെ കടൽത്തീരത്ത് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ തിങ്ങി നിൽക്കുന്നു. അവർക്കോട് സംസാരിക്കാൻ ഈശോയ്ക്കൊരു സൗകര്യമില്ല. അപ്പം ശിമയോനെ അല്പം പരിചയമുണ്ട്, മുഖപരിചയം ഉണ്ടായിരിക്കാം, ശിഷ്യനായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം 2-3 വള്ളങ്ങൾ കിടപ്പുണ്ട്. ഈശോ അതിനകത്ത് അവരെ ഈ വള്ള ഉടമസ്ഥരെ ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയപ്പം ശിമയോൻ്റെ മുഖത്തൊരു പുഞ്ചിരിയോ ഒരു വിധേയത്വ ഭാവമോ ഒക്കെ കണ്ടുകൊണ്ടായിരിക്കാം ഈശോ ശിമയോൻ്റെ അടുത്തോട്ട് ചെന്നു. ഇല്ല, നമ്മളൊരു ആവശ്യം വരുമ്പോൾ ഇങ്ങനെ പലരും നോക്കുമ്പോൾ നമുക്കൊരു മുഖഭാവം കൊണ്ടൊക്കെ ഒരു സ്വാഗതം പറയുന്ന ഒരു ഭാവം കാണുമ്പോൾ അല്ലേ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ പത്രോസ് അങ്ങനെ ഒരു ഭാവം കാണിച്ചു ഈശോയോട്. അപ്പോൾ ഈശോ അങ്ങോട്ട് ചെന്നു. അപ്പം ഒന്ന് വെള്ളത്തിൽ കയറിയിരുന്നോട്ടെ, എനിക്ക് പ്രസംഗിക്കാൻ. പത്രോസ് പറഞ്ഞു കയറിക്കോ. കയറിയിരുന്നു. അപ്പം എന്താ കയറിയിരുന്നപ്പോൾ ഈശോ പറയാണ്, ഇച്ചിരി വെള്ളത്തിലേക്ക് ഒന്ന് മാറ്റിയിടാവോ? കാരണം വെള്ളം കരക്കിയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ആൾക്കൂടെ തിങ്ങി നിൽക്കുക. അപ്പോൾ ഈശോയ്ക്ക് ഒരു ആയം കിട്ടുന്നില്ല. അപ്പം ഇച്ചിരി മാറ്റിയിടാവോ? മാറ്റിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിഷയം? വെള്ളം മണൽപ്പുറത്ത് കൊണ്ട് വെച്ചിരിക്കുമ്പം പത്രോസിനപ്പുറത്ത് പോയി കൈ കിട്ടി ഇരുന്നാൽ മതി. പക്ഷേ വെള്ളം മണലേന്ന് ഉന്തി ഇറക്കി വെള്ളത്തിലേക്ക് തിരമാലയിലേക്ക് ഇറക്കി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ പത്രോസ് പങ്കായവും കമ്പും കോലും എല്ലാമായിട്ട് പിടിച്ച് നിന്നെങ്കിൽ ഈ വെള്ളം അവിടെ തന്നെ ഒന്ന് നിർത്താൻ പറ്റുള്ളൂ, കർത്താവിന് ഇരിക്കാൻ പാകത്തിന്. പത്രോസിന് പണി കിട്ടി. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ. വെള്ളം അല്പം ഇറക്കിയിട്ട് ഈശോ അവിടെ ഇരുന്ന് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ച് തീരുന്നവരെ പത്രോസ് ഈ പങ്കായമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വെള്ളം അങ്ങോട്ടും പോകരുത് ഇങ്ങോട്ടും പോകരുത്, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കഴിഞ്ഞു. അന്ന് തലേരാത്രി മുഴുവൻ ഇവർ മീൻ പിടിച്ചിട്ട് ഉറക്ക വിളച്ചിട്ട് ഒന്നും കിട്ടാതെ തിരിച്ച് വന്നിട്ട് വെള്ളവും കരക്കി കയറ്റിച്ച് വലയെല്ലാം ഒന്ന് കൊട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിയിട്ടിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോഴാണ് ഈ കർത്താവ് പറയുന്നത്. ഈ പ്രസംഗം കഴിയുമ്പോൾ ഒന്ന് വീട്ടിൽ പോയി കിടക്കാൻ ഓർത്ത് നിൽക്കുമ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, നമുക്ക് ഇച്ചിരി മീൻ പിടിക്കാൻ പോകാം, ആഴത്തിലേക്ക് പോക്കി. അങ്ങനെ പത്രോസ് പറഞ്ഞതിന്, കർത്താവ് വെറുതെ പോകുന്നതാ, നീ തച്ചനല്ലേ, ഞങ്ങൾ മീൻപിടുത്തക്കാരാ, ഈ രാത്രി മുഴുവൻ ഇപ്പം മീനില്ല, പോകണ്ട. പക്ഷേ കർത്താവിന് പോകണം. എന്നാൽ പോകാം. ഈ വല ഇത്രയും വലിയ വലയെല്ലാം മടക്കി പെറുക്കി അടുക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഇനി അതെല്ലാം നിവർക്കണം. അത് തന്നെ ഭയങ്കര പണിയാണ്. വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേതുള്ള ഈ പായലും ചപ്പും എല്ലാം പെറുക്കി കളഞ്ഞ് പഴയ പോലെ ആക്കണം എന്നുണ്ട്. എന്ത് പണിയാണ്, അതൊന്നും കർത്താവിന് അറിയത്തില്ല. പക്ഷേ കർത്താവ് പറയാണ്, അങ്ങോട്ട് പോ. അങ്ങനെ പോയി വല എടുത്ത് വീശി. അപ്പോഴാണ് നിറയെ മീൻ പത്രോസ് മുട്ട വീഴുകയാണ്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ബന്ധം പത്രോസിൻ്റെ ഒരു പുഞ്ചിരിയിൽ ഒരു ബന്ധം വന്നു ഈശോയുമായിട്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ വള്ളത്തെ കയറിയിരിക്കട്ടെ. പത്രോസ് പറഞ്ഞു, ഇച്ചിരി അങ്ങോട്ട് ഇറക്കിയിടാവോ? പത്രോസ് പറഞ്ഞു, അതിപ്പം കടലിലേക്ക് പോകാവോ? പറഞ്ഞു, നോക്കിക്കേ. അവസാനം വന്ന് കർത്താവിൻ്റെ കുരിശെ തലകീഴായി ക്രൂശിതനാകാൻ മാത്രം പത്രോസ് ഈശോയെ ഒന്നായി. ഈ ബന്ധം ഇങ്ങനെ വളരുകയാണ്. ഞാനും പിതാവ് ഒന്നാണ്, അതുപോലെ നമ്മളും ഈശോയുമായിട്ട് ഒന്നാകണം. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ വശം ഓർമ്മിച്ച് തമ്പുരാനുമായിട്ട് തമ്പുരാൻ എപ്പോഴും ഇങ്ങനെ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഇതിന് പ്രസക്തിയുണ്ട്. നമുക്ക് ആരുടെയും പെടലിക്ക് പിടിച്ച് നമ്മളെ സ്നേഹിപ്പിക്കാൻ പറ്റില്ല. തമ്പുരാൻ പോലും ചെയ്യില്ല. ദൈവം ദിവസം മുഴുവനും കരങ്ങൾ വിരിച്ചു പിടിക്കുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് അല്ലേ വാതിൽ തുറന്നു വന്നാൽ വാതൊക്കെ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു, വെളിപാട് 3 പറയുന്ന പോലെ ബന്ധത്തിലേക്ക് വരാൻ യൂദാസ് ഒറ്റിക്കൊടുക്കാൻ വന്നപ്പോഴും
ഈശോ സ്നേഹിതാന്ന് വിളിച്ചു, കൈ നീട്ടി കൊടുക്കുകയാണ്. യൂദാസ് തട്ടി വെച്ചിട്ട് വഞ്ചനയുടെ ചുംബനം കൊടുത്തിട്ട് പോയി. കർത്താവേ എന്ന് പറഞ്ഞ് ബന്ധത്തിലേക്ക് വന്നില്ല. ഇപ്പം നമുക്ക് പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് സ്നേഹിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ളത്. ഏതൊരു വ്യക്തിക്കും ആരോടും നോ പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുന്നതാണ് മനുഷ്യന്. ദൈവത്തോട് തന്നെ നോ പറയാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ മറിയത്തിൻ്റെ പക്കൽ പോലും വന്ന് സമ്മതം ചോദിക്കുന്നു. ദൈവം ഒരിക്കലും ഇടിച്ചു കയറി പടരയ്ക്ക് പിടിച്ച് ആരെയും നന്നാക്കുകയല്ല. അവിടെ നമ്മുടെ പാപങ്ങൾ പോലും നമ്മൾ ഏറ്റു പറയാതെ അവിടെ നേറ്റെടുക്കുകയല്ല. നമ്മൾ വിളിച്ചാലേ അവിടുന്ന് വരുള്ളൂ, വിളിക്കാതെ അവിടുന്ന് ഇടിച്ച് കയറുകയല്ല. പക്ഷെ പിശാച് ഇടിച്ച് കയറും, വിളിച്ചില്ലേലും അവൻ കയറും, ഉന്തി തള്ളി തുറന്ന് കയറാൻ നോക്കും. എവിടെ കയറണം നോക്കി നടക്കുകയാണ്. കള്ളന്മാരങ്ങനെയാണ്, ഇടിച്ച് കയറും, ഉന്തി തുറക്കും. കുറ്റി ഉണ്ടേ പോലും കുറ്റി പറിച്ചിട്ട് കയറും, അല്ല തുറന്ന് കയറും. പക്ഷെ മാന്യരായ വ്യക്തികൾ വീട്ടിൽ ചെന്നിട്ട് തുറന്ന് കയറുവോ? പൊളിച്ച് കയറുവോ? കഥക് ഉന്തി തുറക്കാൻ നോക്കുവോ? കഥക് കുറ്റിയിട്ടിട്ടില്ല, പൂട്ടിയിട്ടില്ല, ചാരിയിട്ടേ ഉള്ളൂ, അകത്താരോ മിണ്ടുന്നുണ്ട്. മാന്യതയുള്ളവർ തള്ളി തുറന്ന് കയറിയാല പുറത്ത് നിന്നിട്ട് ബെല്ലടിക്കും, അല്ല മുട്ടും. വാതിൽക്കൂടെ നോക്കി അകത്തെ കാര്യങ്ങൾ കാണാം. മാന്യതയുള്ളവർ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയല്ല. അങ്ങോട്ട് നോക്കി അകത്തുള്ളവരെ കാണാം, അവർ ചെയ്യുന്നത് എന്നാന്ന് കാണാം. പക്ഷെ മാന്യതയുള്ളവർ അതുപോലെ നോക്കുകയല്ല, ഇങ്ങനെ മുട്ടിയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ദൈവം അങ്ങനെയാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തെ എപ്പോഴും മാനിക്കും. അപ്പം അതിൻ്റെ പ്രായോഗിക വശം ഞാൻ പറഞ്ഞു വരുന്നത് തമ്പുരാൻ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഒന്ന്, ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ എപ്പോൾ തിരിഞ്ഞാലും ദൈവം എപ്പോഴും കൈ നീട്ടി നിൽക്കുന്നത് കൊണ്ട് തമ്പുരാനുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരും. എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ അപ്പോഴേ ബന്ധമായി. കാരണം ദൈവം എപ്പോഴും നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പിന്നെ നമ്മൾ എന്തുമാത്രം അവിടത്തേക്ക് കൊടുക്കാൻ തയ്യാറാകുന്നു അതനുസരിച്ച് നമ്മൾ തമ്പുരാനോട് ഒന്നായിക്കൊണ്ടിരിക്കും. അതൊരു നീണ്ട പ്രക്രിയയാണ്. അതാണ് ദൈവഭക്തിയിൽ പരിശീലനം നേടുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കയറിപ്പോണം. ദൈവത്തുള്ള ബന്ധം അങ്ങനെ. പക്ഷെ പരസ്പരമുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരാളുടെ നേർക്ക് താല്പര്യമെടുക്കുമ്പം ആ ആളിന് നോ പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവരൊരു ബന്ധത്തിലേക്ക് വന്നു വരികയല്ല. ഞാൻ പോയി കാലെ പിടിച്ച് മാപ്പ് ചോദിച്ചു, ആ വ്യക്തിക്ക് ബന്ധത്തിലേക്ക് വരാൻ താല്പര്യമില്ല. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ തകർത്തിട്ട് എനിക്കൊരു ബന്ധമുണ്ടാക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല, ആർക്കും പറ്റുകയല്ല. അതുകൊണ്ടാണ് ഈശോയ്ക്ക് പോലും എല്ലാവരുമായിട്ടും ബന്ധത്തിലേക്ക് വരാൻ പറ്റാതെ പോയത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് ഇവൻ കൈകടത്തുകയല്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും, അയൽപക്കത്തുള്ള എല്ലാവരും നമ്മളെ സ്നേഹിച്ചിരിക്കണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. മനസ്സിലായോ? നമ്മളെ വെറുക്കാനും നമുക്കെതിരെ സംസാരിക്കാനും നമ്മളെ ദ്രോഹിക്കാനും നമുക്ക് കാലുവാരാനും പാലം വലിക്കാനും ഒക്കെ ഉള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇവരെ കൊണ്ടെല്ലാം എന്നെ സ്നേഹിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്നുള്ള പരിപാടിയായിട്ട് ആരും നടക്കണ്ട. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്നറിയാവോ? ഈ റിലേഷനാലിറ്റി, സ്നേഹത്തിൻ്റെ ഈ സന്നദ്ധത ഞാൻ ഒരിക്കലും പിൻവലിക്കാൻ പാടില്ല. അതാണ് നാണം കെട്ട പരിപാടി. നാണം കെട്ടാന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ കൊമാസിൽ ഇടുകയാണ്. യൂദാസ് ചുംബിക്കാൻ വന്നപ്പോൾ ഈശോ സ്നേഹിതാന്ന് വിളിച്ചു, മൈൻഡ് ചെയ്തില്ല, ചുംബിച്ചിട്ട് പോയി. പുറകെ അവരൊന്ന് പിടിച്ചു. ഈശോ നാണം കിട്ടും. തിരസ്കരിക്കപ്പെട്ടു ഈശോയുടെ സ്നേഹം, പരസ്യമായി നാണം കിട്ടും. നമ്മോട് വെറുപ്പ് നടക്കുന്ന വ്യക്തിയെ വഴി വെച്ച് കണ്ടപ്പോൾ നമ്മൾ നമസ്കാരം പറഞ്ഞല്ലെങ്കിൽ ചിരിച്ചു കാണിച്ചു. അവൻ അങ്ങോട്ട് തുപ്പിയിട്ട് അങ്ങ് പോയി. നമ്മുടെ റിലേഷനാലിറ്റി, ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, പക്ഷെ ആ വ്യക്തി എന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം എനിക്ക് തിരസ്കരണമുണ്ട്, അതിൻ്റെ അപമാനമുണ്ട്, നൊമ്പരമുണ്ട്, എൻ്റെ കണ്ണു നിറയും, മുഖം വാടും, കണ്ണീരൊഴുകും. അത് സ്നേഹത്തിൻ്റെ വിലയാണ്, അത് സ്നേഹത്തിൻ്റെ വിലയാണ്. അങ്ങനത്തെ അനുഭവം വരുമ്പം നമ്മൾ എന്നേ കാണിച്ചു കൊടുക്കാം, ഇവനൊക്കെ എന്നതാ എന്ന് പറഞ്ഞ് നീങ്ങിയാൽ നമ്മൾ സ്നേഹത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. നേരത്തെ പറഞ്ഞ വാക്കുകളിൽ പറഞ്ഞാൽ എൻ്റെ ബന്ധ സന്നദ്ധത ഞാൻ പിൻവലിച്ചു.
അവൻ പോയി പഠിക്കട്ടെ, അവന് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ ലൂക്കാട് സുവിശേഷത്തിൽ ലൂക്ക 9:51 മുതലുള്ള തിരുവചനങ്ങളിൽ ശമരിയാക്കാരുടെ തിരസ്കാരം എന്ന് പറഞ്ഞൊരു ഭാഗമാണ്, ഒരു സംഭവം. എന്താ കാര്യം? ഈശോ അപ്പസ്തോലന്മാരെയും കൂട്ടി ജെറുസലേമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവർ നടന്ന് വരുമ്പോൾ ഒരു ശമരിയ ഗ്രാമമാണ് മുമ്പിൽ. ഗലീലിയ കഴിഞ്ഞിട്ട് ശമരിയ, അത് കഴിഞ്ഞിട്ടാണ് യൂദയ. നമുക്കിങ്ങനെ എറണാകുളം ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം എറണാകുളം ജില്ലയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകണമെന്നുണ്ട്, കോട്ടയം ജില്ലയിൽ കൂടെ കയറി പോകണം എന്ന് പറഞ്ഞ പോലെ ഗലീലയിൽ നിന്നും യൂദയായിലേക്ക് പോകാനായിട്ട് ശമരിയായിലൂടെ അങ്ങ് പോകണം. അങ്ങനെ നടന്നു വരുമ്പോൾ രാത്രിയാകാറായപ്പം അടുത്തുള്ളൊരു ഗ്രാമത്തിൽ കിടക്കാനായിട്ട് സൗകര്യം ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഈശോ രണ്ടുപേരും എന്നെ അയച്ചു. 52-ാം വാക്യം, അവൻ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ ശമരിയാക്കാരുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. എന്നാൽ അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഈ ജെറുസലേമിൽ ശമരിയാക്കാർക്ക് പ്രവേശനമില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതുകൊണ്ട് ഈശോ ജെറുസലേമിലേക്ക് പോകാൻ വേണ്ടി വന്ന വഴിക്ക് തങ്ങാനാണ് കയറുന്നത്, നമ്മളെ കാണാൻ വന്നതല്ല. ഇങ്ങനെയൊക്കെ ചിന്ത വന്നിട്ടായിരിക്കാം അവർ വാക്കുമാറ്റി ഇവിടെ ഇടയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ താല്പര്യമില്ല, സൗകര്യമില്ല. അവസാനം ദൂതന്മാർ വഴി നിൽക്കുന്ന എല്ലാവരും ഇട്ടിട്ട് പോയി. അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഈശോയോട് പറഞ്ഞ്, കർത്താവ് ഇതാ സംഭവം, അവർ ഇടയില്ലെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പിന്നെയും 4-5 മൈൽ പിന്നെയും ഈ ഇട്ടത്ത് ഇങ്ങനെ മലമ്പ്രസം നടന്ന് അടുത്ത ഗ്രാമത്തിൽ ചെല്ലണം. അപ്പം തന്നെ മടുത്ത് അപ്പസ്തോലന്മാരിങ്ങനെ മടുത്ത് ഇവിടുന്ന് കടക്കാലോ എന്ന് ഓർത്തപ്പോഴാണ് ഈ തിരസ്കരണം. ഇത് കണ്ടപ്പോൾ 54-ാം വാക്യം, ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബ് യോഹന്നാനും പറഞ്ഞു, കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെ. അപ്പം ഇവരുടെ റിലേഷണാലിറ്റി അങ്ങ് ഓഫായി. നമ്മൾ പറഞ്ഞ വാക്ക് വെച്ച് പറഞ്ഞാൽ ഈ റിലേഷണാലിറ്റി, ഒരു സ്നേഹ സന്നദ്ധത, ആ തുറവി പെട്ടെന്ന് അങ്ങ് ഓഫായി. ആഹാ, അങ്ങനെയാണോ? എന്നാൽ കർത്താവെ, ഞങ്ങളിപ്പോൾ ഒരു ശപിക്കട്ടെ, അങ്ങോട്ട് തീ ഇറങ്ങിയിട്ട് എല്ലാം കൂടി ജൂ എന്ന് പറഞ്ഞ് കത്തണം, പുക പൊങ്ങട്ടെ. അപ്പം അമ്മമാർക്ക് മനസ്സിലാകും ഇതാരാ കർത്താവ് എന്ന് പറയുന്നത് എന്താന്ന്. തിരിയണം അമ്മമാർക്ക്, പറയട്ടെ. അവൻ തിരിഞ്ഞവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലോട്ട് പോയി. ഇതിൻ്റെ അടിയിലൊരു അടിക്കുറിപ്പ് കിടപ്പുണ്ട്, താഴെ കണ്ടോ? 9:55 അടിക്കുറിപ്പ് POC ബൈബിളൊക്കെ അടി കൊടുത്തിട്ടുണ്ട്. ചില കയ്യെഴുത്ത് പ്രതികളിൽ താഴെ പറയും പ്രകാരമാണ് ഈ ഭാഗം. എന്നാൽ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്തെന്നാൽ മനുഷ്യരുടെ ജീവൻ നശിപ്പിക്കാനല്ല, അവരെ രക്ഷിക്കാനാണ് മനുഷ്യപത്രം വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ചില കയ്യെഴുത്ത് പ്രതികൾ കിടക്കുന്നത്. അതത്ര പ്രധാനപ്പെട്ട ഒരു രേഖപ്പെടുത്തൽ തന്നെ ആയതുകൊണ്ടാണ് അടിക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വിവർത്തനം എടുത്തിരിക്കുന്ന എഴുത്ത് പ്രതിയിൽ അതില്ല, അതുകൊണ്ട് നേരെ കൊടുത്തിട്ടില്ല, അടി കൊടുത്തിരിക്കുകയാണ്. ഈശോ ശാസിച്ചു. എന്ത് പറഞ്ഞാ ശാസിച്ചത്? ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ അറിയുന്നില്ല. ഇവിടെ എന്താ ആത്മാവിൻ്റെ കാര്യം? എന്താ ഇവിടെ ആത്മാവിനെ പറ്റി പറയാൻ എന്താ കാര്യം? ഏത് വിധത്തിലുള്ള ആത്മാവാ നിങ്ങൾക്കുള്ളത് നിങ്ങൾ അറിയുന്നില്ല. ഈശോയിലുള്ള ആത്മാവ് എന്താ? പരിശുദ്ധാത്മാവാണ്. ലൂക്ക 4 നമ്മളെന്താ വായിക്കുന്നേ? ലൂക്ക 4:18 വാക്യം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പം ഈശോയുടെ മേലുള്ള ആത്മാവ് ഏതാത്മാവാണ്? കർത്താവിൻ്റെ ആത്മാവാ. അപ്പം ഈശോ അപ്പസ്തലന്മാരോട് പറയുകയാണ്, ഏത് ആത്മാവാ നിങ്ങൾക്കുള്ളത് നിങ്ങൾ അറിയുന്നില്ല. പരിശുദ്ധാത്മാവല്ലെന്നുള്ളത് വ്യക്തം. പിന്നെ ഏതാത്മാവാ? പൈശാചിക ആത്മാവാണ്. അവിടെ ഈശോ പറയുന്നത്, തിരിച്ചു പറഞ്ഞാൽ സാത്താൻ്റെ ആത്മാവാ ഇപ്പം നിങ്ങളോട് സംസാരിച്ചത്. അത് ഇച്ചിരി മയത്തി പറഞ്ഞതേ ഉള്ളൂ. ഏത് ആത്മാവാ നിങ്ങൾക്കുള്ളത് നിങ്ങൾ അറിയുന്നില്ല. ഇത് പരിശുദ്ധാത്മാവല്ല. നമ്മൾ പൈശാചികമായ ബന്ധനങ്ങൾ നമ്മുടെ കുടുംബത്തിലോ വസ്തുവകളിലോ നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ഒക്കെ കയറിക്കിടക്കുന്നത് ഒഴിവാക്കാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സാത്താൻ്റെ കയറിപ്പിടുത്തം എവിടെയാണ് തുടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ സുനിശ്ചിതമായ അടയാളം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും നമുക്ക് അവനെ പറിച്ചു കളയാൻ പറ്റുള്ളൂ. നമ്മൾ അവനെ ഇറക്കി വിടാനായിട്ട് ഒരു വശത്ത് നോക്കുകയും മറുവശത്ത് അവനെ നമ്മൾ ആഘോഷമായിട്ട് കെട്ടിപ്പിടിച്ച് അകത്ത് കൊണ്ട് ഇരുത്തുകയും ചെയ്യുകയാണെങ്കിൽ എന്നാ ചെയ്യുന്നേ? ഇങ്ങനത്തെ ഒരു അപകടം വരും. നമ്മൾ പൈശാചികമായ ഒരു പിടുത്ത അകത്ത്
നമ്മൾ ചിലപ്പോൾ അറിയാതെയാ എടുത്ത് അകത്ത് വെച്ചിട്ട് നമ്മൾ പറയാം, അച്ഛാ ഒന്ന് ബന്ധിച്ചിറക്കി വിട്ടേ, ഒന്ന് ചാടിച്ചു വിട്ടേ. അച്ഛനിവിടെ കിടന്ന് തമ്പുരാന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ഇറങ്ങിപ്പോന്ന് പറയുന്നു. നമ്മളും കൊടുത്തു, പക്ഷെ അടി പിടിച്ചിരിക്കുകയാണ്. ഇവനെങ്ങനെ പോകും? ഇങ്ങനെ അപകടമുണ്ട്. ഇവിടെ നമ്മൾ ഇവൻ്റെ ഈ കുറ്റിയും വേരും കമ്പും പിടുത്തം എല്ലാം അടിയെ നമ്മൾ പറിച്ചിട്ട് വേണം ഒരു തട്ട് കൊടുക്കാൻ. അപ്പോൾ പോകും.